ഗ്രൗണ്ട് തീരെ പറ്റില്ലല്ലോ, കുറച്ചും കൂടി ഡ്രൈ ആവണ്ടേ. അതുകൂടി ഒരു പട്ടി മൂത്ര വെച്ചിട്ടുണ്ട്. എവിടെ ചിയർ ഗേൾസ്? ആ ചെറു പോരാൻ പോണ സ്ത്രീകളാണ് നിങ്ങളുടെ ചിയർ ഗേൾസ്. അതൊക്കെ പോട്ടെ, ആരാണ് ഈ ക്യാപ്റ്റൻ? ഞാനാ വിജയൻ. ഈ ലുക്കട ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആരാണെന്നല്ല ചോദിച്ചത്. ഈ മനത്തുവയിൽ ക്രിക്കറ്റ് കളിക്കാൻ വരുന്നവർ അടിച്ചോടിക്കുന്ന ഒരു ഫയൽമാൻ, ഗുസ്തിക്കാരൻ ക്യാപ്റ്റൻ ഇല്ലേ, അയാൾ ആരാണെന്ന്? അത് പിന്നെ അവന്റെ അച്ഛനാ. നിന്റെ അച്ഛൻ ഭയങ്കര പ്രശ്നക്കാരനാണെന്നല്ലോ നാട്ടുകാർ പറയണത്, ശരിയാണോ? ശരിയാ. റിസ്ക് എടുക്കാൻ ഫിറോസിന് താല്പര്യമില്ലാഞ്ഞിട്ടല്ല, മാംസത്തിൽ മണ്ണ് പറ്റണത് എനിക്കിഷ്ടമല്ല, പേടിയാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ കൊണ്ട് അവിടെ വരില്ലെന്ന് ഉറപ്പ് തരാതെ ഞങ്ങൾ ആരും പുറത്തിറങ്ങുന്ന പ്രശ്നമില്ല. പൊന്ന് ഫിറോസേ, നോ കിടലൻ ഫിറോസ്. എന്റെ പൊന്ന് കിടലൻ ഫിറോസേ, ക്യാപ്റ്റന്റെ അവസാനത്തെ ശിഷ്യനുമായിട്ട് ഗുസ്തി ടൂർണമെന്റ് പോയിരിക്കുക. എല്ലാം കഴിഞ്ഞിട്ട് നാളെ വരൂ. എടാ ദാസാ, നീ ആ ജാനപ്പനെ വിളിച്ച് അമ്മാവൻ വരുമല്ലോ ഒന്നുകൂടി ഉറപ്പിച്ചേ. ആ ശരി മോനെ. ക്യാപ്റ്റൻ അപ്പുറത്തുണ്ട്, എന്താണോ കാര്യം? ആ രവിയേട്ടാ, ഇന്ന് നിങ്ങൾ തിരിച്ചു വരുവോ? രാത്രിയിലത്തേക്ക് ചോറിന് അരിയിടണോന്ന് അറിയാനാ. ഞങ്ങൾ ഈ കപ്പടിച്ചിട്ട് നാളെയേ വരൂ. എന്നാ പിന്നെ രാവിലെ കപ്പയൊലത്തിയതായാലോ? ആ താൻ എന്തെങ്കിലും ഒന്ന് ഒലത്ത്. ഇവിടെ കപ്പടിക്കാൻ നേരത്തെ അവന്റെ കപ്പ. അതെ, അവര് കപ്പയൊലത്തിയിട്ട് അല്ല, കപ്പടിച്ചിട്ട് രാവിലെ വരുവുള്ളൂ. നിങ്ങൾ ധൈര്യമായിട്ട് കളിച്ചോ. നിർത്ത് ഇവിടെ ചോട്ടെ. ക്രിക്കറ്റ് കളിയേ ഇന്നലെ തുടങ്ങിയതല്ല മോനെ. സച്ചിൻ ഈ കൊലമച്ചാൻ പോയിട്ട് എന്തെങ്കിലും കാര്യം ഇതുവരെ നടക്കാണ്ടിരുന്നിട്ടുണ്ടാടാ. പോലോ വേറെ ടീമിന്റെ പേര് എഴുതി ജയിച്ചല്ലോ. ഒരാക്കടം പേരില്ല, 3-4 കടയിൽ കയറി ഒരേപോലെ 11 എങ്ങും കിട്ടാനില്ല. അവസാനം ചമയത്തിലെ മന്മഥൻ ചേട്ടന്റെ കടയിൽ കയറി 10 ഒരേപോലത്തെ കളർ കിട്ടി. നടുക്ക് നിന്ന് കളിക്കണക്ക് വേറെ കളറായാലും കുഴപ്പമില്ലാന്ന് പറഞ്ഞേ ഉണ്ടോ? നടുക്ക് നിന്ന് കളിക്കുന്ന ആൾക്കാർ ആടാ നടുക്ക്. ഞാൻ എടുക്കട്ടെ. കണ്ട, ഇതാണോ ജേഴ്സി? എടാ ഇതെങ്കിലും കിട്ടിയല്ല, നല്ല കളർഫുള്ള് കളിയായിരിക്കൂടാ. ക്യാപ്റ്റൻ നീ സിനിമാറ്റിക് ഡാൻസിനാണ് പേര് കൊടുത്തത്? അത് അടുത്ത ആഴ്ച. തീരെ കളർ സെൻസ് ഇല്ലാത്തവന്മാർ. Let's show some fucking moves. Come on, get ready. ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണ്. 2 പേർ തല്ലുപിടിക്കുന്നു, അത് കണ്ട് കുറെ പേർ കൈയടിക്കുന്നു. ഇതിലെവിടെയാണ് സോഷ്യലിസം? ഇത് ഫാസിസം അല്ലേ? പണ്ടെങ്ങാണ്ട് അവിടെ ഗുസ്തി പിടിച്ചെന്ന് പറഞ്ഞ് കഴിഞ്ഞ 10-20 വർഷമായിട്ട് ആ വയൽ വെറുതെ കിടക്കുക. നിങ്ങളുടെ പ്രാദേശിക വികാരം എനിക്ക് മനസ്സിലാവും, പക്ഷേ എന്റെ ഉപ്പുപ്പാക്ക് ഒരു ആനുണ്ടായിരുന്നു പറഞ്ഞുള്ള നിങ്ങളുടെ ഈ പിന്തിരിപ്പൻ നിലപാട് അത് തനി ഗുണ്ടായിസമാണെന്ന് ഞാൻ പറയും. ഇങ്ങനൊരു ചർച്ചയുടെ ആവശ്യം ഞങ്ങൾക്കില്ലാതെ ഞങ്ങൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓരോ തവണ ഇവന്റെയൊക്കെ മുന്നിൽ വന്നെങ്കിലും ഉത്തരം പറയേണ്ട ആവശ്യവും ഞങ്ങൾക്കില്ല. മനസ്സിലായല്ലോ? ഇരിക്കേ, ഈ മനേത്തുവയലിന്റെ കാര്യം എത്ര കാലം എന്ന് വെച്ചങ്ങനെ നീട്ടിക്കൊണ്ടു പോവാ? ഇതിന് എന്തെങ്കിലും ഒരു അന്ത്യം വേണ്ടേ? എല്ലാ നാട്ടിലും പബ്ലിക് സ്റ്റേഡിയങ്ങളും മൈതാനങ്ങളും ഉള്ള പോലെ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട വിനോദങ്ങളിൽ ഏർപ്പെടാൻ ഇവിടെ ഒരു സ്റ്റേഡിയം വേണം. ഇവിടെയാണെങ്കിൽ ആകെ ഉള്ളത് വെറുതെ കിടക്കുന്ന മനേത്തുവയലാണ്. അവിടെയാണെങ്കിൽ ഈ മസിനും വെറുപ്പിച്ച് നടക്കുന്ന ഫയൽമാന്മാരെ പേടിച്ച് കാല് കുത്താൻ പറ്റാത്ത അവസ്ഥയാണ്. ആ സ്ഥലം നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറായ അവിടെ ഒരു സ്റ്റേഡിയം പണിയാന്ന് നമ്മുടെ സഖാവും വിജയേട്ടനും അടക്കം അംഗങ്ങളായിട്ടുള്ള മുനിസിപ്പൽ കൗൺസിൽ യോഗം തീരുമാനം എടുത്തതാണ്. സ്റ്റേഡിയം വന്നാൽ ഈ പറയുന്ന ഗുസ്തിയും ക്രിക്കറ്റും അടക്കം എല്ലാ ടൂർണമെന്റും നമുക്ക് അവിടെ നടത്താം. അത് നമ്മുടെ നാടിന് തന്നെ സമഗ്രമായ ഒരു വികസനമായിരിക്കില്ല സഖാവേ? ആ സ്ഥലം ഞങ്ങൾക്കൊക്കെ എന്തായിരുന്നുള്ളത് നമുക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ അവിടെ ഇരി. ക്യാപ്റ്റന്റെയും ടീമിന്റെ വികാരങ്ങൾ ഞങ്ങൾ മാനിക്കുന്നു, പക്ഷെ ഇപ്പൊ കാലം മാറിയില്ലേ.
ഇപ്പോഴത്തെ ഈ പിള്ളേരെ അവിടെ ഒരു സ്റ്റേഡിയം പണിതെന്ന് വെച്ചോ ക്രിക്കറ്റ് കളിച്ചെന്ന് വെച്ചോ നിങ്ങൾക്ക് എന്ത് മോശം സംഭവിക്കാനാണ്, അല്ലെങ്കിൽ ഗുസ്തിക്ക് എന്ത് മോശം സംഭവിക്കാനാണ്? നാട്ടിൽ ഒരുപാട് പാടും വയലും പറമ്പൊക്കെ കേൾക്കണ്ടല്ലോ. ഈ മനയത്ത് വയൽ എന്നെ വേണം എന്താ അത്ര വാശി? നിങ്ങൾക്ക് എന്താ അത്ര വാശി? അല്ല നായിന്റെ മനം. വിട്. അങ്ങേർക്കത് കിട്ടണ്ടല്ലേ? ഈ നാടിന്റെ ഗുസ്തി പാരമ്പര്യത്തെ കുറിച്ച് ഇവിടെ ഇരിക്കുന്ന ഒരുത്തനെ ഞാൻ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ? ദൈവമേ, ഫ്രണ്ടിലായി പോയില്ല പണിപാളി. ഇന്ത്യ എമ്പാടും നിന്നുള്ള ഒരുപാട് ഫയൽവാന്മാർ വന്ന് ഗുസ്തി പിടിച്ചിട്ടുള്ള മണ്ണ മനയത്ത് വയൽ. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുണ്യഭൂമിയാണ്. ഇന്നലെ പെയ്ത മഴയ്ക്ക് പൊട്ടിയ കീടങ്ങൾ അവിടെ വന്ന് കുട്ടിയും കോലും കളിക്കാമെന്ന് വിചാരിച്ചാല് ഏത് വികസനത്തിന്റെ പേരിലായാലും ശരി, അത് ഞങ്ങളുടെ നെഞ്ചത്തൊട്ട് കയറിയിട്ടാകാമെന്ന് ആരെങ്കിലും കരുതിയാല് ഞങ്ങളുടെ കൊക്കില് ജീവനുള്ളിടത്തോളം ഞങ്ങളത് തടയും, ചിലപ്പോൾ തല്ലും, വേണ്ടി വന്നാല് കൊല്ലും. മഞ്ഞപ്പടി. അമ്മേ, എന്റെ ചെലങ്ക ഉണ്ടോ? ഞാൻ കണ്ടില്ല, അവിടെ എവിടെയും കാണാം. എവിടെ നിങ്ങളുടെ ശിഷ്യൻ എവിടെ? അവൻ ഗുസ്തി മതിയാക്കി. ആ അതേതായാലും നന്നായി, കുറച്ച് ദിവസം അടങ്ങി ഒതുങ്ങി ഇരിക്കുമല്ലോ. എടീ നീ ഇതേ ചുമ്മാ എന്നെ ചൊറിയാൻ വന്നേക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. ഇപ്പൊ ഞാൻ പറയുന്നതാണോ കുഴപ്പം? നാട്ടുകാർ മുഴുവൻ പറയുന്നുണ്ടല്ലോ, എന്റെ പിള്ളേര് വരെ വീട്ടിലുള്ളവരെ നന്നാക്കാനായിരിക്കും മനസ്സിലാവും. പഴയ പോലെ നാട്ടുകാർ നിങ്ങളെ ആരാധിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല, ഒക്കെ ശരിയാണ്. എന്ന് വെച്ച് കൈയൊക്കെ കാണിച്ചത് പിടിച്ചു വയ്ക്കാൻ നോക്കിയാ ഉള്ള വിലയും കൂടെ പോത്തേ ഉള്ളൂ. അപ്പൊ അറിയാം, അത് തന്നെ. നിന്റെ സ്കൂളിൽ പഠിപ്പിക്കുന്ന പോലെ എന്നെ പഠിപ്പിക്കാൻ വന്നിട്ടുണ്ടല്ലോ. മേലാലി വിഷയത്തിൽ ഒരു ഫൈൽവാനെ ഗുസ്തിയൊക്കെ അങ്ങ് ഗോതയിലും പിള്ളേരുടെ നെഞ്ചത്തൊട്ടും അതുമായിട്ട് എന്നെ മേക്കിട്ട് കയറാൻ വന്നാലുണ്ടല്ലോ, അറിയാലോ കൊണ്ടുപോടാ നിന്റെ ട്യൂബ്. രാവിലെ വന്ന് മായി നോക്കിയിരിക്കും. മൂത്തും പത്തി വിടർത്തി ആടിത്തുടങ്ങി. ഇങ്ങനെ കിട്ടി കിട്ടി ഇവന്മാർക്ക് വല്ല ക്ഷയം പിടിക്കുന്ന എനിക്ക് തോന്നുന്നു. അപ്പാവന്മാർക്ക് ഇന്നും തല്ലി കിട്ടിയോ? പിന്നെ ഇവന്മാർക്ക് മാത്രമല്ല, ഇപ്പൊ പുറത്തുനിന്ന് ചിലർ ജീപ്പും പിടിച്ച് വന്നിട്ട് ഇടി വാങ്ങിക്കുന്നുണ്ട്. ഇനി എങ്ങനെ വീട്ടിൽ പോകും? എന്താണ് വീട്ടിൽ പോയാൽ അവിടുന്ന് കിട്ടും. അമ്മാവനെ വിഷമിപ്പിച്ചിന് അമ്മയുടെ എടാ, അതിന് മൂപ്പര് മുമ്പളല്ലേ വിഷമിപ്പിച്ച് അമ്മേനോട് നല്ല അമ്മാവന് കൊടുക്കാൻ പറയും. ഒരു ക്യാറ്റും ചില അച്ഛനമ്മാവന്മാരെ കാണുമ്പോൾ കൊതിയോ. ഒരു 50 വയസ്സ് കഴിയുമ്പോൾ വാദോ കൊളസ്ട്രോളും ഷുഗറും വന്ന് കുറച്ചങ്ങോട്ട് കിടക്കും. കോലായിൽ നമ്മൾ വല്ല കോടാലിത്തയിലോ വിക്സോ വാങ്ങി കൊടുത്താൽ മതി. ഇതങ്ങനെയാണോ? അച്ഛൻ വീരൻ, അമ്മാവൻ ഒസാമ. പൊട്ടിയില്ല. പൊട്ടിയില്ലേ? പൊട്ടി പൊട്ടി കിടന്നുറങ്ങാൻ പിടിപ്പെടാം. ജൂതന്മാരെ കൊന്നൊടുക്കുക എന്നതായിരുന്നു ഹിറ്റ്ലറുടെ ജീവിതത്തിലെ പ്രധാന ലക്ഷ്യം. ഇവിടെ ശ്രദ്ധിക്കാൻ പിടിച്ചടക്കി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് തള്ളിവിടുക എന്നതായിരുന്നു ഹിറ്റ്ലറിന്റെ വലിയ വിനോദം. നിന്റെ എഞ്ചിനീയറിംഗ് പഠിത്തം കഴിഞ്ഞിട്ട് ഇത് 8ാമത്തെ തവണയാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത്. ഇനി ഇരിക്കത്തുമില്ല. എന്താ നിന്റെ ഫ്യൂച്ചർ പ്ലാൻ? അച്ഛാ, ഫ്രണ്ട്സൊക്കെ പറയുന്നത് എൻ്റെ കവർ ഡ്രൈവ് അടിപൊളിയാണെന്നാണ്. മാത്രമല്ല ബൗളിങ്ങിലും നല്ല സ്വിങ് കിട്ടുന്നുണ്ട്. ട്രയൽസൊക്കെ നടക്കുന്നുണ്ട് IPL-ന്റെ. ട്രൈ ചെയ്താൽ ചിലപ്പോൾ. ഞാൻ ചോദിച്ചത് നിന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്നാ. അച്ഛാ, അത് ക്രിക്കറ്റ്. നീ M.Tech-ന്റെ എൻട്രൻസ് എഴുതിയായിരുന്നല്ലോ. അച്ഛാ, അത് ഇത്തവണ അത്ര നന്നായിട്ട് എഴുതാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ നല്ല കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടാൻ സാധ്യത കുറവാണ്. ഞാൻ അടുത്തവണ ഒന്നുകൂടി ട്രൈ ചെയ്യാം. ഇനി അതിൻ്റെ ആവശ്യം വേണ്ടി വരില്ല. ഇതെങ്ങനെ? വലിയ പറക്കുന്ന കോളേജൊന്നുമല്ല, നിനക്കത് മതി. പഞ്ചാബ് യൂണിവേഴ്സിറ്റി യാതൊരു ക്വാളിറ്റി ഇല്ലാത്ത കോളേജാണ് അച്ഛാ. മാത്രമല്ല AICTയുടെ അഫിലിയേഷൻ ഉണ്ടോയെന്നും സംശയമാണ്. അവിടെ ഭയങ്കര അഴിമതിയാണ് അച്ഛാ. അപ്പൊ പോകാൻ ഉദ്ദേശമില്ല. ഞാൻ ഇപ്പോൾ കോളേജ് KSRTCയുടെ IRCTCയുടെ സെർവർ ഡൗൺ ആയിരിക്കും. അതൊന്ന് റെഡി ആയി കഴിഞ്ഞാൽ ഞാൻ പഞ്ചാബിൽ പോയിക്കോളാം. അച്ഛൻ വരുന്നുണ്ടോ പഞ്ചാബിൽ? ഇല്ലല്ലേ? അപ്പം പിന്നെ ടിക്കറ്റ് ബുക്ക് ഉണ്ടല്ലോ അല്ലേ? ഓ അമ്മേ, അമ്മേ, എൻ്റെ
എനിക്ക് പഞ്ചാബിൽ പോണം. പിന്നെ പേടിപ്പിച്ച ഞങ്ങട് പോകുന്ന എന്റെ പട്ടി പോവും. ഫയൽവാനാണ് അത്ര ഫയൽവാൻ. ഫയൽവാന്മാരെ ആൾക്കാരെ പേടിപ്പിക്കേ പഞ്ചാബ് തേങ്ങ മുടി. ഞാൻ അവന്മാരോടൊന്ന് ചോദിച്ചു നോക്കിയാലോ. എടാ ദാസ, കേരളത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട്ടിലും കർണാടകയിലും കോളേജ് ഇല്ലാഞ്ഞിട്ടാണോ നിന്റെ അച്ഛൻ പഞ്ചാബിലോട്ട്, അതും ഗുസ്തിക്കാരുടെ സ്വന്തം നാടായ പഞ്ചാബിലോട്ട് പഠിക്കാൻ അയക്കുന്നത്? ഇതിലെന്തോ രഹസ്യ അജണ്ടയുണ്ട് ദാസ. നീ തെറ്റാന്ന് പറഞ്ഞു കുത്തിയെല്ലാം ശരിയായിരിക്കുന്നേ. അല്ലേലും ഈ എഡ്യൂക്കേഷൻ സിസ്റ്റേ ശരിയില്ല. വേണ്ടാത്തൊരു വാരിക്ക് ഒരു കൊടുക്കുക, വേണ്ടുന്ന ഒരു പിണ്ണാക്കും കിട്ടുന്നില്ല. പക്ഷെ പഞ്ചാബി പെൺകുട്ടികൾ ബോനെ അവരുടെ കളറുണ്ടല്ലോ, നല്ല വിളഞ്ഞ ഗോതമ്പ് പശുമ്പാലിൽ അരച്ചാൽ കിട്ടുന്ന കളറല്ലേ, ആ കളറാ. ദാസ നീ കളിക്കല്ലേ, അടുത്ത ആഴ്ച ദേശത്ത് ഡേഞ്ചർ ബോയ്സ് ആയിട്ട് മാച്ച് ഉള്ളതാ. ആ കുഞ്ഞിരാമന്റെ ലേറ്റസ്റ്റ് വെല്ലുവിളി വരെ നമ്മളാ. അതിന്റെ ഇടയിൽ അവന്റെ ഒലക്കല എംടെക്കും പഞ്ചാബും. എന്റെ കയ്യിലെ ബിടെക് കൊണ്ട് ഒരു പ്രയോജനമില്ല, പിന്നെ അവന്റെ ഒരു എംടെക്. നീ എങ്ങോട്ടും പോകുന്നില്ല, അതാണ് ഈ പോണ്ട. പോണ്ടെന്ന് പറഞ്ഞ പോണ്ട. നീ പോണ്ട. പോണ്ടേ? നീ അല്ല നീ. എന്നെയൊക്കെ KCB-യിലെടുത്തവനെ സമ്മതിക്കണം. പഞ്ചാബ് നല്ല വിളഞ്ഞ ഗോതമ്പ് പശുവും പാലിൽ അരച്ച കളർ. ആ കള്ള സൂറ് പോയില്ലേ? தப்புடா, ரொம்ப தப்புடா. ஒரு ஆம்பளை ஒரு பொண்ணு கை நீட்டி அடிச்சுட்டு நல்லா வாழ்ந்ததா சரித்திரமே இல்லை தெரியுமா? കുറച്ച് പുതിയ പെമ്പിളൊരു ചരിത്രം തിരുത്തി കുടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവന്റെ പഴയ ചരിത്രവും ഭൂമിശാസ്ത്രവും. നമ്മൾ ജസ്റ്റിന് മിസ്സായതാ, അല്ലെങ്കിൽ അവൾ നമ്മളെ ഷെഡ്യൂളിൽ നിലത്തടിച്ചാൽ. எப்போ ஒரு பொண்ணு கை நீட்டி அடிக்கலாம்? அவன் சப்பாத்தி சாப்பிட்டா கையை நீட்டிட்டு வாழா. இந்நேரத்துக்கு என் வீட்டில் இருந்ததுன்னா ஃபுல் மீல்ஸை நல்லா கட்டுன்னு கட்டிட்டு ஆட்டுக்கால் சூப்பை உரின்னு உறிஞ்சிருப்பேன். ശരിയാ, ഞാൻ എൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ ജാനപ്പൻ്റെ മീൻകറിയും ചോറും, സൈഡിൽ വെക്കാൻ ഒരു മത്തി ഫ്രൈ, ഒരു പപ്പടം, കുറച്ച് കടുമാങ്ങ അച്ചാർ, வெள்ளப்பூடு போட்ட அம்மாவோட கருவாட்டு குழம்பு சும்மா அல்லும். എൻ്റെ അമ്മ ഉണ്ടാക്കണ തലശ്ശേരി ചിക്കൻ ബിരിയാണി, திண்டுக்கல் தலப்பா கட்டி பிரியாணி, കോഴിക്കോടൻ അലുവ, திருநெல்வேலி அல்வா, மதுரை மட்டன் புரோட்டா சால்னா சாப்பிட்ருக்கியா நீ? കൊലമച്ചാൻ്റെ കടയിലെ പൊറോട്ടയും ബീഫ് റോസ്റ്റും. அதனால உங்க ஊருக்காரங்க புரோட்டா பீஃப் கறினா அவ்வளோ அலையிறீங்க. അലയും ഈ പൊറോട്ടയും ബീഫ് റോസ്റ്റും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മലയാളികൾക്ക് അത് വെറും ഒരു ഭക്ഷണമല്ല, ഒരു വികാരമാണ് മച്ചാ. അതായത് ബീഫ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതിങ്ങനെ ചെറിയ 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 കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കും. എന്നിട്ട് അതിൽ ഇച്ചിരി ഉപ്പ്, ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് പെപ്പർ, ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യും. ഈ മിക്സ് ചെയ്തിട്ട് അതിങ്ങനെ വേവിക്കും. ഇതിങ്ങനെ വെന്ത് വരുമ്പോൾ കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ട് ഈ വഴറ്റി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇടും. എന്നിട്ട് കുറച്ച് മസാല ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ താളിച്ചിട്ട് മൂടി വയ്ക്കും. കുറച്ച് കഴിയുമ്പോൾ അതിനൊരു മണം വരും. അപ്പോൾ അതിങ്ങനെ തുറന്നിട്ട് അതിൽ നിന്നൊരു തവി കൊണ്ട് കുറച്ച് ബീഫ് റോസ്റ്റ് എടുത്ത് പ്ലേറ്റിലേക്കിട്ട് നല്ല മുരിഞ്ഞൊരു പൊറോട്ട എടുത്ത് അതിൽ നിന്ന് ഒരു ചെറിയ പീസ് ഇങ്ങനെ കീറിയെടുത്ത് ചാറിൽ മുക്കി ഒരു ബീഫിൻ്റെ കഷ്ണം ഇങ്ങനെ പൊതിഞ്ഞെടുത്ത് ഇങ്ങനെ കഴിച്ചാൽ എനിക്കിപ്പോൾ പൊറോട്ടയും ബീഫ് റോസ്റ്റും വേണം. இப்போ இங்கே நாம பீஃப் சாப்பிட்றோம். അതിലൂടെ பொரோட்டையும் பீஃப் ரோஸ்டும் கிட்டோ. உங்கள் ஆளுங்க சந்திரனில் கூட கடையை போட்டு உட்காந்துருப்பாங்க, இங்கே கிடைக்காதா? நீ ரைட்டில் போய் பாரு, நான் லெஃப்ட்டில் போய் பார்க்குறேன். பீஃபை பிடிக்கிறோம், சாப்பிட்றோம், சும்மா கத 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 பீஃப். സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടോ? नाना 4 परोटा 2 बीफ करी. क्या? बीफ विथ परोटा, BEFE बीफ. സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ട്. നാട്ടിലെവിടെയാ? കോട്ടയം തോട്ടക്കാട്. ഇവിടെ എന്ത് ചെയ്യണു? ഇവിടെ ഞാൻ പഞ്ചാബ് യൂണിവേഴ്സിറ്റി പഠിക്കുക. ഞങ്ങളും പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണേ. உனக்கு எப்படியா புரிய வைக்கிறது? ஏய் பேப்பர் வாலா, जा 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 जा. व्हाट अ टाइमिंग यार. थैंक यू. उधर देखो, गौ रक्षा दल बीफ. എനിക്ക് ഇവിടുത്തെ ഈ ഉണക്കറൊട്ടിയും പരിപ്പുരയൊക്കെ കഴിച്ചും മടുത്തു. നമുക്ക് നല്ല മലയാളി ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ അടുത്ത് നല്ല കേരള റെസ്റ്റോറൻറ്റ് വല്ലതും ഉണ്ടോ? അയ്യോ, എനിക്ക് ഇവിടെ അധികം പരിചയമൊന്നുമില്ല. ചിലപ്പോൾ ഇവക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതിഥി, അല്ലെങ്കിൽ ഞാൻ പരിപ്പുര റൊട്ടി തന്നെ കഴിച്ചോളാം, കുഴപ്പമില്ല. അല്ല, ഇവക്ക് ഇവിടെ അറിയാൻ മേലാത്ത സ്ഥലമൊന്നുമില്ല. അല്ല, നമ്മളിപ്പോ പഞ്ചാബി വന്നിട്ട് പിന്നെ ചോറും കറിയൊക്കെ കഴിക്കാൻ പാടുണ്ടോ? ചേരനെ തിന്നണ നാട്ടിൽ പോയാൽ അവിടുത്തെ നടുക്കഷ്ണം കഴിക്കുന്നതാണ് വീട്ടിലൊക്കെ പറയാറുള്ളത്. പറയാറുണ്ടോ വീട്ടിലൊക്കെ? എന്താ
अन्नाची क्या हुआ व्हाट हैपेंड इसने हमारी माँ की बेइज्जती की है अम्मा की विളിച്ചാ அம்மா புத்திரானா பேசுவீங்களா பசுமாட்டு கறி தாண்டா கேட்டேன் हमें भी बीफ चाहिए No? How can someone eat beef? Beef is like our mother. We can drink her milk. We cannot eat her. गाय हमको दूध देते हैं और दूध हम पीते हैं. उल्लू का पटा. पागल है ये. എന്റെ കൂട്ടുകാരനാണ് പ്ലീസ് ഹെൽപ്പ് ചെയ്യണം അവൻ അടികൊണ്ടിരിക്കണം അവിടെ അങ്ങനെ ഞാൻ പറഞ്ഞു പക്ഷെ അഭിപ്രായം ഇരുമ്പൊലിക്കൊന്നല്ലോ മാറ്റാലോ പ്ലീസ് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കും ഇരുമ്പൊലിക്കൊന്നും പറഞ്ഞു മനസ്സിലാക്കാനുള്ള ഹിന്ദി ഇംഗ്ലീഷും എനിക്ക് അറിയാൻ പാടില്ല ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയും കുട്ടിയോട് तेरे कॉलेज पढ़ता है हाँ जी फिर उसने समझा के रख बच्चे समझ के न्याणे समझ के और माफ कर दिया इन्हें चल चल माफ किया बाय बाय गुड नाइट चलो பஜாரி பஜாரி புறம்பக்கு பேமான் ஏ ஆடியாளே सॉरी बोल സോറി മാഡം சாரி थैंक यू बोल எதுக்கு என்ன படக்க விட்டு அடிச்சாங்க आधी गाल सुनियो சாரி தேங்க்ஸ் மா இதுக்கு மேல என்னால முடியாதுமா மச்சான் ആക്ച്വലി ഞാൻ വിളിപ്പിച്ചത് ഒരു ഗാട്ടാ ഗുസ്തി ടൂർണമെന്റ് നാഷണൽ ലെവലിൽ നമ്മുടെ മനയത്ത് വയലിൽ എന്താ അഭിപ്രായം ഒരു ഗുസ്തി മത്സരം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വീട്ടുകാർ പോലും വരില്ല പിന്നല്ലേ ഈ നാട്ടുകാർ അതുപോലെ ഈ ചെലവിൻ്റെ കാര്യമൊക്കെ ആര് വഹിക്കും നമ്മളൊന്ന് മുണ്ടു മുറുക്കെടുത്ത തീരാവുന്ന കാര്യമല്ലോ ചന്ദ്ര ഇന്റർനാഷണൽ പ്ലേയേഴ്സിനെ നമുക്ക് കൊണ്ടുവരാലോ സുശീൽ കുമാർ ഗീത യോഗേശ്വർ ഇവരൊക്കെ വരുമ്പോൾ തന്നെ കളറാകെ മാറും പിന്നെ സ്പോൺസേഴ്സിന് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല മുനിസിപ്പാലിറ്റിയുടെ സപ്പോർട്ട് നമുക്ക് കിട്ടും അതെ ടൂറിസമായിട്ട് നമുക്കിത് ക്ലബ് ചെയ്യാം പക്ഷേ ചന്ദ്രൻ പറഞ്ഞതുപോലെ വീട്ടിലിരിക്കുന്ന ആളുകൾ ഇറങ്ങി ഗോദായിലേക്ക് വരണമെങ്കിൽ നമ്മൾ ആദ്യം മുന്നിട്ടിറങ്ങും അതെ ക്യാപ്റ്റൻ പറഞ്ഞ ഫുള്ളായിട്ട് നമുക്ക് മനസ്സിലായില്ലെങ്കിലും ഇങ്ങനെ നമുക്ക് വിശ്വാസമാണ് നമ്മൾ ഇങ്ങനെ കൂടണ്ടേ എന്നാ പിന്നെ നമുക്കൊന്ന് പിടിച്ചു നോക്കാം എന്നാ പിന്നെ കൈയടിച്ച് പാസ്സാക്കിയേക്കാം പിന്നെന്താ एकदम परफेक्ट था ये तुम ऐसे ही करके जाओगे ना you'll fly high ഹായ് എന്താ ഇവിടെ പൊറോട്ടയും ബീഫ് കറിയൊന്നും ഇവിടെ കിട്ടില്ല കേട്ടോ ഞാൻ മാച്ച് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ കുട്ടി നന്നായിട്ട് ഫൈറ്റ് ചെയ്തു പക്ഷെ ഒരു കാര്യം പറയണമെന്ന് തോന്നി ഇപ്പോൾ ഒപ്പോണന്റ് വീക്ക് ആയതുകൊണ്ടാണ് ഈസി ആയിട്ട് വിൻ ചെയ്തത് അപ്പോൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഈ കുട്ടിയുടെ ലോവർ ബാക്ക് മാറ്റിൽ നിന്ന് പൊങ്ങി പോകുന്നുണ്ട് അതൊരു വീക്ക് പോയിന്റ് ആണ് ഒപ്പോണന്റ് വേണമെങ്കിൽ ഈസി ആയിട്ട് മലർത്തി അടിക്കാം കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കുന്ന ആളായതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് ഒന്ന് പറഞ്ഞു കൊടുത്തേക്കും പോടെ എടാ ഈ ഗുസ്തി എന്ന് പറയുന്നത് ലങ്കോട്ടി മാത്രമല്ല വേറെയും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പുറം ഇപ്പുറം ഒന്നുമില്ല നീ വാ ഏയ് എന്റെ മച്ചാ ഗുസ്തി വാദ്യാറാ I feel he's right don't know how I mean it's strange ഹലോ പറയട്ടാ എന്തൊക്കെയാണ് ഇവിടെ വിശേഷങ്ങൾ ഞാനില്ലാതെ എങ്ങനെയുണ്ട് നാട് ബാലേട്ടാ ഞാൻ വൈകിട്ട് വിളിച്ചാൽ മതിയോ ഞാൻ കോളേജിലാണ് ഓക്കെ कॉफी कॉफी टू कॉफी प्लीज एक्सक्यूज मी अरे भाई क्या कर रहे हो क्या हो रहा है दिस इज माय स्पॉट आई वाज स्टैंडिंग हियर हां पागल है नीचे खड़े हैं छोड़ दे दोस्त है मेरा 1 2 सैंडविच एंड 2 मिक्सड फ्रूट जूस डांस खत्म हो गया व्हाट हैपेंड टेल मी समथिंग how big can a girl dream first of all if she's from an Indian middle class family then to she can't dream you know I mean nobody wants a Sakshi Malik in their own house until and unless she wins an Olympic medal we don't have a say you know I mean we are not even given the permission to dream all they want us to do is get married, have kids, and take care of our husbands, and then live under someone for the rest of our lives.
I'm getting married next week. My brother has been trying to get me married and I've been trying to escape. Why don't you run away? It's not that easy, yaar. How far can I run? I've tried my best. I behave like a boy. I fight with boys. I beat them. I mean, in the end, I'm just a girl. You know, sometimes I feel so helpless that I just want to kill myself, you know. Problem solved. I'll leave. I have to go to Patiala tomorrow. Probably to play the last match of my life. You go back. Have fun. I'll be fine. I'm fine. हाँ मैं स्कूटी लेके जा रही है कल वापस कर दूंगी. Hey, can I come with you? मैं तेनू बहुत प्यार करता हाँ. 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 शारी कमरी. कुकड़ू. चलो अब. मैंने कहा ना चलो. नहीं बहुत हो गया. भैया प्लीज मैं कुछ नहीं सुनने वाला. मेरा लास्ट चलो. मैच है प्लीज. कोई लास्ट मैच. मैंने कहा ना नहीं. हेलो. What's happening, sir? What's happening? कौन है तू? I'm her friend. Who are you? मैं इसका भाई हूँ. और ये फैमिली मैटर है. बीच में नहीं बोलेगा तू. I know what's happening between you two. Okay. क्या पता है You cannot take her without her permission. मुझे तेरे से परमिशन लेना पड़ेगा. तेरे से परमिशन लेना पड़ेगा Yes, she मुझे. came with me. मेरी बहन है. मैं चाहे वो करूँ. तुझे क्या करना है उससे? तुझे क्या करना है पूछ रहा हूँ मैं. तू डर गया. मेरे पे हाथ उठाता है तू. मुझ पे हाथ उठाता है. तेरी टांग तोड़ देनी है मैंने अब. एक पुलिस वाली को हाथ उठाता है तू. भैया प्लीज तेरी चमड़ी उतार देनी है मैंने. मुझ पे हाथ उठाएगा. भैया मेरे पे हाथ उठाएगा तू. मार इसको. छोड़ दो. मार इसको. डंडा मार. ओए छोड़ दो रे यार क्या कर रहे हो. छोड़ो. भैया प्लीज लीव हिम. हाँ मैं तो नहीं चलाऊंगी. प्लीज उन्हें छोड़ दो. आयशा छोड़ दे इसे. I'm so sorry for everything, yaar. Really, I mean it. It's okay. I have to leave now. Otherwise, it'll get worse. जल्दी चल. I don't know if I'll see you again, but thank you so much for everything. What have you done? He's just not my brother. He's a Punjab police officer. नहीं छोड़ दूंगा. Das, leave. Go. I said go. എന്താടാ നിർത്തിക്കളഞ്ഞത്?
അടി കിട്ടി പഞ്ചറായിട്ട് വന്നിരിക്കല്ലേ, കഴിക്ക്, കടി നന്നായിരിക്കട്ടെ. ഇല്ലാത്ത പൈസ ഉണ്ടാക്കി പഠിപ്പിക്കാൻ അയച്ചതാ, എന്നിട്ട് കണ്ട നാട്ടിൽ പോയി കണ്ടവൻ്റെ ഒക്കെ കൂടെ തല്ലും കൂടി വന്നിരിക്കുന്നു. ബാക്കിയുള്ളവർക്ക് പേര് ദോഷം ഉണ്ടാക്കാൻ. ഞാൻ പറഞ്ഞിട്ടാണോ എന്നെ കണ്ട നാട്ടിൽ കൊണ്ടാക്കിയത്? പഞ്ചാബിലെ അടി കിട്ടിയായിരുന്നു നീ പറഞ്ഞു, പക്ഷെ എന്തിനാ കിട്ടിയെന്ന് മാത്രം നീ പറഞ്ഞു. പെണ്ണുടി കേസുല്ലാണ്. അതുറപ്പല്ലേ, പഞ്ചാബിലടി ചൊറിയും. പിന്നെ അവിടുന്ന് കിട്ടിയത് കുറച്ച് കുറഞ്ഞു പോയെന്ന് ഓർത്ത് ഒട്ടും വിഷമിക്കണ്ട. നിന്റെ അച്ഛൻ്റെ ഗുസ്തി ടൂർണമെന്റ് വിജയേട്ടൻ മുടക്കാൻ പോവാ, ബാക്കി ഇവിടുന്ന് വാങ്ങാം. വിജയേട്ടാ ബാക്കി നീ പറയും എന്താടാ? വിജയേട്ടാ അവരത് നടത്തിക്കോട്ടെ, ഇത്രയും നാളത്തെ പോലെ അല്ല. അച്ഛനും ഗാങ്ങും ഭയങ്കര സീരിയസ് ആയിട്ട് ഇറങ്ങിയേക്കാം. എന്താണ് നിനക്കൊരു മാറ്റം? നീ എന്താ യൂത്ത് വിട്ട് ഫയൽമാൻമാരെ ക്ലബ്ബിൽ ചേർന്നോ? ഞാൻ ഈ പണിയൊക്കെ എടുക്കുന്നതേ എനിക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, ഈ നാട്ടിലെ മൊത്തം ചെറുപ്പക്കാർക്ക് വേണ്ടിയാ. എനിക്കറിയാം, നിനക്കറിയാം. മനത്തോലെ സ്റ്റേഡിയം കൊണ്ടുവന്നിട്ടാണല്ലോ നിങ്ങൾക്ക് നാട്ടിലെ ചെറുപ്പക്കാരുടെ വോട്ട് പിടിക്കാൻ. ഞാനെന്താ പൊളിറ്റിക്സ് കളിക്കാന്നാണോ നീ പറഞ്ഞത്? അതല്ല വിജയേട്ടാ, അവരവിടെ ഗുസ്തിയോ എന്ത് കുന്തമേളം നടത്തിക്കോട്ടെ, നമ്മളായിട്ട് അത് മുടക്കാൻ നിൽക്കണ്ടെന്ന് ഞാൻ പറഞ്ഞോളൂ. വെറുതെ വഷളാവണം. നിനക്ക് പേടിയാണെങ്കിൽ നീ നിൽക്കണ്ട, നീ ഇറങ്ങിക്കോ, തിരിച്ചു നിന്റെ അക്കാറയ്ക്ക് നോക്കോ. നീ അവിടെ ആയിരുന്നല്ലോ പണ്ട്. ഇവിടെ വലിയ വലിയ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഞാനുണ്ട്. വിജയേട്ടാ നിങ്ങൾ അടങ്ങ്, അവനൊരു സജഷൻ പറഞ്ഞല്ലോ. സജഷൻ തോന്നിയായിരുന്നു നീ മിണ്ടരുത്. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ കാണിച്ചു. നീ നിന്റെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിന്റെ തൊണ്ടയുടെ സ്വഭാവം നീ കാണിക്കേണ്ടിരുന്ന മതി, മനസ്സിലായോ? എന്താടാ നല്ല അടിയെടുക്കുമ്പോഴേ നിങ്ങളെന്ത് തേങ്ങ വെള്ളം കാണിക്കും, ഞാൻ വരാം. പോരാ, അത് മതി. നീ ഏതാ കുട്ടി? വാട്ട്? ഹു ആർ യു? അതിഥി. അതിഥിയാണെന്ന് മനസ്സിലായി, പക്ഷെ ആരുടെ അതിഥി? ഹിന്ദിക്കാരി. അത് ദാസൻകുട്ടന്റെ ഫ്രണ്ടാ. ക്യാപ്റ്റൻ വിളിക്കുന്നെങ്കിൽ പോരാ. എന്താ നിന്റെ ഫ്രണ്ടാണ് ചോദിച്ചു കേട്ടില്ല, നിന്റെ ഫ്രണ്ടാണോ? ബാലേട്ടന്റെ ഫ്രണ്ടാ. ബാലേട്ടന്റെ ഫ്രണ്ടിനെ പറ്റി അച്ഛൻ ചോദിക്കുന്നു. എന്തേ നേരത്തെ വരാൻ വേണ്ടി വൈകി പോയേ? എന്റെ ഫ്രണ്ടാ. നിന്റെ ഫ്രണ്ടോ? നിനക്ക് എവിടെ നിന്നാണ് വടക്കേ നീ കൂട്ടുകാരി? നീ എന്താണ് കേരളം വിട്ടു പോയത്? വാട്സാപ്പിൽ നിന്റെ ഫ്രണ്ട് നിന്നടാ ഇവിടെ വന്ന് താമസിക്കുന്നത്, നിന്റെ വീട്ടിൽ താമസിക്കാൻ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അവിടെ പ്രൈപ്പേന്റ് കറണ്ട് ഉണ്ടെങ്കിലല്ലേ അടിക്കാൻ പറ്റുള്ളൂ. ഈ കുട്ടി പിന്നെ തലശ്ശേരി അവിടെ ഫ്രണ്ടിനെ കാണാൻ വന്നോ? അപ്പൊ ആ ഫ്രണ്ടിന്റെ ഫാമിലി ആയിട്ട് ദുബായിൽ വേറെ ഫ്രണ്ടിനെ കാണാൻ പോയ ട്രെയിൻ മിസ് ആയപ്പോ ഇവിടെ വന്ന് മാമന്റെ മാമനെ 2 ദിവസം എൻജോയ് ചെയ്തിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുപോയിക്കൊള്ളാം. സുന്ദരിയല്ലേ? സ്റ്റേ ഒക്കെ കൊള്ളാം. ഇമാതിരി ബുക്കാണതെങ്കിൽ വെച്ച് വിളമ്പാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാ. ദേ രാവിലെ ടീച്ചറിനെ സ്കൂളിൽ കൊണ്ടുപോകാൻ വെച്ച ദോശ ചമ്മന്തിയാ ഇവളെടുത്ത് ബൂക്കുന്നത്. അപ്പൊ ദോശയില്ലേ? ദോശ തീർന്നു, കുറച്ച് ചമ്മന്തി ഉണ്ട്, എടുക്കട്ടെ. വരുന്നില്ലേ മനുഷ്യ? വരാം. എന്റെ ദാസ കുഞ്ഞിനെ ഒരു പെണ്ണ് വന്ന് കയറി അതിന് മുമ്പ് തുടങ്ങി അടിപൊളി. എന്റെ മനസ്സിൽ ഹിന്ദിക്കാരി ഒരു ബംഗാളി ആയിരുന്നടാ. ഇത്രയും ഭംഗി ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ രാത്രി തന്നെ ഞാൻ എന്റെ വീട്ടിൽ കേട്ടില്ലായിരുന്നോ? മേരി സംസാരി മേരി കംസോറി ബി. ഇനി ഇവിടെ കാര്യം आपका फ्रेंड बहुत डरपोक है, अपने बाप से बहुत डरता है. आप रेसलर हो क्या? हाँ, पर आपको कैसे पता चला? इसके लिए शर्लक होम्स सोडा होना पड़ेगा. बहुत मजाकी हैं. हे सुनो, घर के पास एक गुस्ती का कलरी है. हाँ, अखाड़ा. हाँ, अखाड़ा. आइए, मैं आपको दिखाता हूँ. या? ओके. कम. അതിഥി ആയി. നമ്മുടെ അച്ഛൻ്റെ അക്കറിയല്ലേ? पंजाब में बड़ा को क्या बोलता है? ये ट्राई कर. अच्छा लगेगा. आप देखते रहिए, मैं अभी आया. എന്താടാ ബാലേട്ടാ എന്താ ഉദ്ദേശം? ഒരുമാതിരി ചക്കക്കൂട്ടാൻ്റെ അടുത്ത് ഈച്ച പോയി നിൽക്കുന്ന പോലെ. എന്റെ ഇരട്ട പേര് വിളിച്ചോണ്ടല്ലോ, ഈച്ച ബാലൻ കേട്ട് മടുത്തു. ബാലേട്ടാ, അതിഥി നമ്മൾ വിചാരിക്കുന്ന പോലൊരു പെൺകുട്ടിയേ അല്ല. അയ്യോ, നീ വിചാരിച്ച പോലെ ആയിരിക്കില്ല, പക്ഷെ ഞാൻ വിചാരിച്ച പോലെ. അതല്ല ഏതല്ല, അവൾക്ക് ഈ വായനോട്ടൊന്നും ഇഷ്ടല്ല കേട്ടോ. എനിക്കും ഇഷ്ടല്ല.
അതിന് നിന്നോടാരാ പറഞ്ഞ ഞാൻ അവളെ വായി നോക്കുവാന്ന്. ഏതായി കമ്മ്യൂണിസ്റ്റ് ഈ ക്യൂടെക്സ് വേണം. ആ വളയങ്ങടത്തേടി അങ്ങനെയല്ല, പക്ഷെ അവൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുണ്ടാ ചിലപ്പോൾ അവൾ പ്രതികരിക്കും. ബാലേട്ടന് ചിലപ്പോൾ അത് ഭയങ്കര വിഷമാവും. പ്രതികരിക്കണം. പെൺകുട്ടികളെ അങ്ങനെ തന്നെ വേണം. सॉरी बोल. सॉरी बोल. साले सॉरी बोल. सॉरी बोल. सॉरी बोल. ആശാനെ ഇവള് പറഞ്ഞിട്ടാ നമ്മടുത്ത് വന്നിട്ടാ. സോറി ബോൾ. ആശാനെ എന്റെ കൈ ധരിക്കണുണ്ടാ. സോറി ബോൾ. നീ എന്തൊരു പെടക്കലാടി പെടക്കണത്. ഞാൻ കാല് പിടിക്കാണോ ദേവിയെ. എന്റെ ആശാനെ നീ ഏതാടാ എന്റെ നാട്ടിൽ വന്നിട്ട് എന്റെ വീട്ടിലെ ഇവിടെ കളി. നിന്റെ നാടോ? അച്ഛനെ കൈ ധരിക്കല്ലേ, കൊടുക്കട്ടെ. തീർന്നടാ, നീയൊക്കെ തീർന്നടാ. തീർന്നോ? ഇവൻ എന്നെ കൊച്ചിന്റെ വണ്ടി എടുത്തോണ്ട് പോകുന്നു. ഇവൻ എന്നെ കാണി. എന്താ ഇനിയും വേണോ? എന്റെ രണ്ടാനമ്മേ. പൊന്നുമക്കളെ നേടി ടാപ്പ് 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 ദാസാ ശരി, ചോറിനിട്ട് വരാം. എന്തൊരടിയാണ് അവൾ അടിച്ചത്. സാക്ഷാൽ അന്ധകരണം പറിച്ചുപോയി. ഇത് സംഭവം കരാട്ടയാ. അവരുടെ മൂവ്മെന്റ് കണ്ടപ്പോഴേ എനിക്ക് സംഗതി കിട്ടി. സംഭവം കുങ്ഫുവാ. ആണോ? എന്നാലേ ഇത് ഗുംഫും കരാട്ടി ഒന്നുമല്ല, ഇത് ഗുസ്തിയാ. സാക്ഷാൽ ഗാട്ടാ ഗുസ്തി. ഗുസ്തിയാ? ആ, പെണ്ണുങ്ങളാ ഗുസ്തി പിടിച്ചാൽ ആണുങ്ങളെ ഇങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുമോ? വത്സേട്ടൻ രാത്രി കള്ളും കുടിച്ചു വന്നാ എന്നും അടിയാ. നിന്നോടൊക്കെ പണ്ടേ പറഞ്ഞതല്ലേ ആ ക്യാപ്റ്റന്റെ അക്കരെ പോയിട്ട് കുറച്ച് അടിയും തടയൊക്കെ പഠിക്കാൻ. എന്റെ വിജയേട്ടാ അവൾ ഇവിടെ അടിത്തട പഠിക്കാൻ വന്നൊന്നല്ല. വീട്ടിൽ കല്യാണം ഉറപ്പിച്ചപ്പോൾ അവൾക്ക് വേറെ വഴി ഉണ്ടായിരുന്നില്ല. എടാ, പഞ്ചാബിൽ നിന്ന് കേരളത്തിലോട്ട് മാത്രം വഴിയുള്ളൂ. ഇവിടെ ഉള്ള ഫയൽവാന്മാർ കാരണം മുണ്ടഴിച്ചു വെച്ചിരിക്കുക. ഇനി ആ പഞ്ചാബി ഫയൽവാനി കൂടി വന്നിട്ട് വേണം ഷട്ടി കൂടി. വിജയേട്ടാ